പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായി നാം ചിന്തിച്ചു വരുന്ന ആത്മീക ചിന്തകൾ, ദൈവവചന സന്ദേശങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ 3-ാം ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നാമത് നമ്മൾ ചിന്തിച്ച ആത്മീക ചിന്ത വിശ്വാസം മലകളെ നീക്കും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് തന്ന ചിന്ത ഇതാണ്: അഭിഷേകം നുകത്തെ തകർക്കും. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തെ ദൈവമാഗ്രഹിക്കുന്ന നിലയിലേക്ക്, വചനമാഗ്രഹിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ പലവിധമാകുന്ന സാഹചര്യങ്ങൾ നടുവിലായിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം തരുന്ന ദൂതുകളാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതിത അഭിഷേകം നുകത്തെ തകർക്കും. യെശയ്യാവ് 10:27 ആധാരമായി നമ്മൾ വായിക്കുന്നത്. അന്നാളിൽ അവൻ്റെ ചുമട് നിൻ്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. വെറുതെ എന്തെങ്കിലും പ്രസ്താവിക്കാൻ വേണ്ടി പറയുന്നതല്ല. 100% ഉറപ്പോടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെയാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നത്. മുഖാമുഖം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവ് തരുന്ന ഈ ദൂതുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തിപരമായി, വ്യക്തമായി, ക്ലിയറായി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം ഇത് ദൈവവചനമാണ്. നുഖം എന്ന് പറയുന്നത് നമ്മുടെ വേഗതയെ കുറയ്ക്കുന്നതാണ്. മുൻപോട്ട് വിടാത്തതാണ് നുഖം. നുഖം തോളിലുണ്ടെങ്കിൽ, ചുമട് തോളിലുണ്ടെങ്കിൽ, നുഖം കഴുത്തിലുണ്ടെങ്കിൽ മുൻപോട്ട് വിടത്തില്ല. ഏശാവ് അപ്പനായ ഇസഹാക്കിനോട് അനുഗ്രഹം ചോദിച്ചു വാങ്ങുമ്പോൾ ഇസഹാക്ക് ഉൽപ്പത്തി 27:40 ഏശാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്: നിൻ്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിൻ്റെ സഹോദരനെ നീ സേവിക്കും, നിൻ്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. നോക്കിക്കേ, അതൊരു ആലങ്കാരിക ഭാഷയിലാണ് പറയുന്നത് ഏശാവിനോട്. നമുക്കറിയാം, ജ്യേഷ്ഠാവകാശമൊക്കെ ഒരു പായസത്തിനു വേണ്ടി അലക്ഷ്യമാക്കി കളഞ്ഞ, ഉപേക്ഷിച്ച, വേണ്ട എന്ന് പറഞ്ഞ, അനുഗ്രഹം നഷ്ടമാക്കിയ ഏശാവ് അദ്ദേഹത്തോട് അപ്പം പറയുകയാണ്: നിൻ്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. നിൻ്റെ സഹോദരൻ്റെ നുഖം നിൻ്റെ കഴുത്തിലിരിക്കുക, നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സമാണ്. പക്ഷേ കെട്ടഴിയുമ്പോൾ നുഖം നിനക്ക് ഈസിയായിട്ട് കുടഞ്ഞു കളയാം. പലരുടെയും, പല വ്യക്തികളുടെയും തോളിലും കഴുത്തിലും, ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ചുമടുമുണ്ട്, നുഖവുമുണ്ട്. ഭാരമാണ്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആത്മീക ജീവിതത്തെ തടയുകയാണ്, ശുശ്രൂഷ ജീവിതത്തെ തടയുകയാണ്. ദൈവം ഏൽപ്പിച്ചത് ചെയ്യാൻ കഴിയാതെ നുഖവും ചുമടും കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ വലയുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതുണ്ടെന്നോർത്ത് ഭാരപ്പെടാനല്ല ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനമുണ്ട്. ഇന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ ദൂതുണ്ട്. അതെന്താണെന്നറിയാമോ? എത്ര വലിയ ചുമട് ആരൊക്കെ നിങ്ങളുടെ ചുമലിൽ ഉരുട്ടിവെച്ച്, കഴുത്തിൽ ഉരുട്ടിവെച്ചാലും, നുഖം കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാലും, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ വരുമ്പോൾ നുഖം തകരും, ചുമട് നീങ്ങിപ്പോകും, നീ കുടഞ്ഞു കളയും. നുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഹല്ലേലൂയ. മാനസികമായ നിലയിൽ, ശാരീരിക നിലയിൽ, ആത്മീക നിലയിൽ നുഖങ്ങൾ പലരുടെയും ചുമലിൽ, കഴുത്തിലിരിക്കുക. അതുകൊണ്ട് എന്ത് പറ്റും? മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല.
എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഈ നുകങ്ങളെല്ലാം തകർന്നു വീഴും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ആത്മനിറവിലുള്ളൊരു ജീവിതമാണ്. ആത്മനിറവിലുള്ള ജീവിതം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മനിറവിൽ ആരാധിക്കണമെന്നുള്ളതാണ്. ആത്മനിറവിലുള്ള ആരാധന എവിടെ വെളിപ്പെടുന്നു അവിടെ ഒരു നുകത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ഫിലിപ്പ് ലേഖനം 3:3 ഇങ്ങനെ പറയുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവ നാം തന്നെ. ആരാ പുതിയ നിയമ പരിച്ഛേദനക്കാർ? ഇസ്രായേലല്ല. പുതിയ നിയമ ഇസ്രായേൽ ആരാന്നറിയാമോ? നാമ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാ. അവരെക്കുറിച്ച് പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആത്മാവിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ആത്മനിറവിലാണ് ആരാധന പുതിയ നിയമസഭയുടെ. കാരാഗ്രഹത്തിനകത്ത്, ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് കാലും കൈയും എല്ലാം ചങ്ങലകളാൽ ആമത്തിലിട്ട് അകത്തെ തടവറയിൽ ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടിട്ടപ്പോഴും അർദ്ധരാത്രിയിൽ പാടി ആരാധിച്ചു, പാടി സ്തുതിച്ചു. ആത്മാവിലൊരു ആരാധന കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ ചങ്ങലകളെല്ലാം പൊട്ടി മാറി. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, ബന്ധനമെല്ലാം അഴിഞ്ഞു. എപ്പോഴാ? ആരാധന വെളിപ്പെട്ടപ്പോൾ. സഹോദര സഹോദരി, നിൻ്റെ വീട്ടിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മനിറവിലുള്ള ആരാധന വെളിപ്പെട്ടാൽ അവിടെ അഴിയാത്തൊരു ബന്ധനവുമില്ല, അവിടെ നീങ്ങിപ്പോകാത്തൊരു നുകവുമില്ല. എപ്പോഴും ഓർത്തോണം കേട്ടോ. ഒരാരാധനയ്ക്കകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ, ഒരാരാധന അന്തരീക്ഷത്തിനകത്തിരിക്കുമ്പോൾ ഭാരം കൂടുന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നം ആ സ്ഥലത്തുണ്ട്. നിരാശ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം ആ സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ നമുക്കുണ്ട്. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിനകത്ത് ആത്മീക ആരാധന വെളിപ്പെടുമ്പോൾ ആത്മസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ തകരാറുണ്ട്, എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുണ്ട്. അതിനെ ക്ലിയർ ചെയ്യണം. ആത്മനിറവിലുള്ള ആരാധനയ്ക്കകത്തെ നുകങ്ങൾ തകരത്തുള്ളൂ. പരിശുദ്ധാത്മ നിറവിനകത്തെ ബന്ധനങ്ങൾ അഴിയത്തുള്ളൂ, പോരുകൾ അഴിയത്തുള്ളൂ. അർദ്ധരാത്രി പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. നശിപ്പിക്കും ബന്ധിക്കുമെന്ന് പറഞ്ഞ ചങ്ങലയെല്ലാം ഓട്ടോമാറ്റിക് അഴിഞ്ഞു. ആത്മനിറവിലൊന്ന് ആരാധിച്ച് നോക്ക്. എത്ര നാളായി ആത്മാവിലൊന്ന് ആരാധിച്ചിട്ട്? കെട്ടുമുറുകിക്കൊണ്ടിരിക്കുകയാണോ? തോളിൽ വെച്ച വെയിറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? പരിശുദ്ധാത്മാ പറയുന്നു, ആത്മനിറവിൽ ആരാധിക്ക്, നിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, സ്നാനപ്പെട്ട വ്യക്തിയാണ്, ശുശ്രൂഷ ഉണ്ടായിരുന്നു, കൃപയുണ്ടായിരുന്നു, കൃപാവരം ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയോ കെട്ടപ്പെട്ടു പോയി. ഒരു വ്യക്തി നിന്നെ കെട്ടുവാൻ, ബന്ധിക്കുവാൻ നീ അനുവദിക്കരുത്. ശിംശോനെ, യഹോവ നിന്നെ വിട്ടുമാറിയത് നീ അറിഞ്ഞില്ല. എവിടെയോ നിൻ്റെ ഫോക്കസ് മാറിപ്പോയപ്പോൾ നിന്നിൽ വ്യാപരിച്ച ദൈവശക്തി നിന്നിൽ നിന്ന് വിട്ടുപോയത് നീ അറിഞ്ഞില്ല. യാന്ത്രികമായി നീ മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഒരവസരം കൂടെ ശിംശോൻ ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ശിംശോന് ഒരവസരം കൂടെ കൊടുക്കുക. ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ കൂടുതൽ ഫെലിസ്ത്യർക്കെതിരെ തൻ്റെ മരണസമയത്ത് ചെയ്യുവാൻ ശിംശോൻ ഇടയായിത്തീർന്നു. അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്നറിയാമോ? അറിയത്തില്ല ആത്മശക്തി നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഭിഷേകം നുകത്തെ തകർക്കും കേട്ടോ. പാപത്തിൻ്റെ നുഖമകത്ത് കയറി പലർക്കും വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് താല്പര്യമുണ്ട്, മുൻപോട്ട് പോകണമെന്ന് താല്പര്യമുണ്ട്, പല മേഖലകൾക്കകത്തും ജയിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ വീണുപോയിക്കൊണ്ടിരിക്കുക. എന്നാൽ നിന്നെ ജയിപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് കഴിയും. ഈ ലോകത്തിൻ്റെ സ്വാധീനം, പാപത്തിൻ്റെ സ്വാധീനം പല രീതിയിൽ നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവേശിച്ച് യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്ന അനുഭവത്തിലേക്ക്, പാപത്തിലേക്ക് വീണുപോകുന്ന അനുഭവത്തിൽ പല പ്രാവശ്യം ഈ വർഷവും നീ തീരുമാനമെടുത്തിട്ട് പുറകോട്ട് പോയി ഇതിൽ ജയിക്കാൻ നിനക്ക് കഴിയത്തില്ലെന്ന് പറയുന്ന വ്യക്തിയെ, താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അഭിഷേകം നുകത്തെ തകർക്കും. എത്ര വലിയ പാപത്തിൻ്റെ നുകമാണേലും
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നീ ആശ്രയിക്ക്. അതിനെ തകർക്കാൻ ദൈവാത്മാവ് നിന്നെ സഹായിക്കും. അത് പാരമ്പര്യത്തിൻ്റെ നുഖമായാലും പാരമ്പര്യത്തിൻ്റെ ബന്ധനമാണെങ്കിലും അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ ആ നുഖങ്ങൾ അവിടെ തകർന്നു പോകും. ചില സിസ്റ്റമുണ്ട്, ചില സ്ഥലത്ത് ചില സിസ്റ്റമുണ്ട്, വർഷങ്ങളായിട്ട് ഉള്ള സിസ്റ്റമാണ്. സിസ്റ്റത്തിന് മാറ്റം വരത്തില്ല. പക്ഷേ അഭിഷേകമുള്ളൊരു ദൈവത്തിൻ്റെ പൈതൽ ആ സിസ്റ്റം നിൽക്കുന്ന സ്ഥലത്ത് കാല് ചവിട്ടുമ്പോൾ ആ സിസ്റ്റം തകിടം മറിയും. കാരണം ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. എഫെസോസ് പട്ടണത്തിനകത്തൊരു സിസ്റ്റമുണ്ട്, അവിടുത്തെ ആരാധനയ്ക്കകത്തൊരു സിസ്റ്റമുണ്ട്. പക്ഷെ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ വന്നപ്പോൾ അതിനകത്ത് സിസ്റ്റത്തിന് വ്യത്യാസം വന്നു, ആ അന്തരീക്ഷത്തിനകത്ത് വ്യത്യാസം വന്നു. അഭിഷേകമുള്ള കൃപയുള്ള പൗലോസ് കാലുകുത്തുമ്പോൾ അവിടെ വ്യത്യാസം വരും. ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടെന്ന് നീ തിരിച്ചറി. നീ നിൽക്കുന്ന ദേശത്ത്, നീ നിൽക്കുന്ന ചർച്ചിനകത്ത്, നീ നിൽക്കുന്ന പട്ടണത്തിനകത്ത് എന്തൊക്കെ സിസ്റ്റം പരിശുദ്ധാത്മാവിന് വിരോധമായുണ്ടെന്ന് പറഞ്ഞാലും നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അവിടെ ചേഞ്ചസ് കൊണ്ടുവരും. അതാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. തിരിച്ചറി. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ചേഞ്ച് കൊണ്ടുവരുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ഇപ്പോൾ നീ ആയിരിക്കുന്ന രാജ്യത്തിനകത്ത് യാദർച്ഛികമായി വന്നു കയറിയതല്ല. ദൈവാത്മാവിൻ്റെ ചില പ്രവർത്തനങ്ങൾ നിന്നിലൂടെ ചെയ്യാൻ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നതാണ്. ആരും നിൻ്റെ കൂടെയില്ല എന്ന് നീ ഓർത്ത് ഭാരപ്പെടണ്ട. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ ഒരു സിംഹത്തെ ആട്ടിൻകുട്ടിയെപ്പോലെ വലിച്ചു കീറുവാൻ ശിംശോൻ്റെ മേൽ പകർന്നൊരു ദൈവശക്തിയുണ്ട്. മിദ്യാന്യരെ പേടിച്ച് രഹസ്യമായി തൻ്റെ കൃഷിയിടത്തിൽ ഒളിച്ചിരുന്ന ഗിദെയോനെ പരാക്രമശാലിയാക്കി മാറ്റിയത് തൻ്റെ അകത്ത് വ്യാപരിച്ച ദൈവശക്തിയാണ്. കൂടെയുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വാതുറന്ന് പറഞ്ഞപ്പോൾ, ദൈവപ്രവൃത്തിക്ക് വിരോധമായി നെഗറ്റീവ് പറഞ്ഞപ്പോൾ, അഭിഷേകമുള്ള കൃപയുള്ള ആത്മാവുള്ള യോശുവയും കാലേബും വ്യത്യസ്തമായി പറഞ്ഞത് അവരിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തിയാണ്. പാപത്തിൻ്റെ സ്വാധീനം ആരുമറിയാത്ത ദിവസത്തിൽ, ആരുമറിയാത്ത റൂമിനകത്ത് പാപം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ തുറന്നിട്ടപ്പോൾ ദൈവാത്മാവുള്ള യോസഫ് അതിനോട് നോ പറഞ്ഞത് തൻ്റെ അകത്ത് വ്യാപരിച്ച ദൈവശക്തിയാണ്. എന്നെ കേൾക്കുന്ന യുവതിയുവാക്കളെ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എത്ര വലിയ പാരമ്പര്യത്തിൻ്റെ കെട്ടാണെങ്കിലും, എത്ര വലിയ സിസ്റ്റം വച്ചിരിക്കുന്ന നുഖങ്ങളാണെങ്കിലും, എത്ര വലിയ പാപത്തിൻ്റെ നുഖങ്ങളാണെങ്കിലും അതിനെ തകർക്കാൻ എൻ്റെയും നിങ്ങളുടെയും അകത്തു വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയും. പലരുടെ അടുത്തും ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, പലരെയും ഫോൺ വിളിക്കുക ഒരു വിടുതലിന് വേണ്ടി. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, നിൻ്റെ മൺകൂടാരത്തിനകത്ത് പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത് ഇനഫാ. ദൈവത്തിൻ്റെ കൃപ അത് ഇനഫാ, അത് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ നീ ജ്വലിപ്പിച്ചാൽ മതി. ഏലിയാവിന് ശേഷം വന്ന പ്രവാചകനെ നമുക്കറിയാം, ഏലിശ. 2 പ്രാവശ്യമാണ് പുതപ്പ് തൻ്റെ മേൽ വീണത്. താൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഒരു ശിഷ്യനായി ഏലിയാവിൻ്റെ പുറകെ പോകുന്ന രംഗം 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലുണ്ട്. പുതപ്പ് വന്ന് വീണതാണ്. ഏലിയാവ് തൻ്റെ പുതപ്പ് മനഃപൂർവ്വം എന്തു ചെയ്തു? ഏലിശയുടെ മേത്തോട്ടിട്ടു. അത് ഏലിശ ആഗ്രഹിച്ചിട്ടല്ല, ദൈവനിയോഗത്താൽ വന്നവാ പുതപ്പ്. എന്നാൽ ആ പുതപ്പും കൊണ്ട്, അന്ന് കിട്ടിയ പകർച്ച കൊണ്ട്, അന്ന് കിട്ടിയ ദൈവശക്തി കൊണ്ട് ആയുഷ്കാലം മൊത്തം ഏലിശ നിന്നില്ല. ഏലിയാവ് പോകുന്നതിന് മുമ്പ് ഏലിശയ്ക്കൊരു താല്പര്യമുണ്ടായിരുന്നു, ഒരു വാഞ്ച ഉണ്ടായിരുന്നു, എനിക്ക് ഈ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കണം. 1ാമത് വീണ പുതപ്പ് തൻ്റെ ഇഷ്ടപ്രകാരമല്ലായിരുന്നു, താൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടൊന്നുമല്ലായിരുന്നു. പക്ഷേ 2ാമത് വീണത് 1 രാജാക്കന്മാർ 19-ൻ്റെ 2 രാജാക്കന്മാർ 2:13 നമ്മൾ വായിക്കുമ്പോൾ 2ാമത് പുതപ്പ് വീഴുന്നത് നമുക്ക് കാണാം. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ ആകാശത്തു നിന്ന് ഏലിയാവിൽ നിന്ന് ഒരു പുതപ്പ് താഴോട്ട് വീഴുകയാണ്. ആ പുതപ്പ് താൻ ആഗ്രഹിച്ച പുതപ്പാണ്. ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ കിട്ടിയ ദൈവശക്തി അല്ല,
അവസാനിക്കുമ്പോൾ എലീശയുടെ മേൽ ഉണ്ടായിരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. മുട്ടോളമാണോ, അരയോളമാണോ, അതോ നീന്തി തുടിച്ചിട്ടല്ലാതെ കടപ്പാൻ വഴിയാത്ത ആത്മപ്രവാഹത്തിലാണോ ഇപ്പം നിൽക്കുന്നത്? നിൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് പൈസയുണ്ട്, സമ്മതിച്ചു. അത് വർദ്ധിച്ചു വരിക. മക്കളൊക്കെ നല്ല നിലയിലായി. പക്ഷേ നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്തുമാത്രം ഉണ്ടെന്ന് നീ ഇന്ന് തിരിച്ചറി. അത് വർദ്ധിക്കണം. സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുകയാണ്. സകലതിനെയും കീഴ്പ്പെടുത്തും. നമ്മെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ, നമ്മുടെ മേലുള്ള ദൈവപ്രവൃത്തിയെ കീഴ്പ്പെടുത്തുമെന്ന് വാദിച്ചു നിൽക്കുന്ന സകലതിനെയും കീഴ്പ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. 12 പേര് യൂദ പോയ ഒഴിവിൽ മത്തിയാസ് കയറി 12ാമത് ശിഷ്യനായി. ആ 12 പേരിൽ ആരംഭിച്ച മിനിസ്ട്രി 120 പേര് മാളിക മുറിയിൽ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വന്നതാണ്. ഇന്ന് ലോകരാജ്യങ്ങളെ മുഴുവൻ ഉണർവിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ സഭ വ്യാപിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിക്കുന്ന കാര്യമിതാ: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിച്ചാൽ. ഇന്നെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ദൈവദാസ, അനോയിൻറ്റിങ് ബ്രേക്സ് ദ യോക്ക്. അഭിഷേകം നുകത്തെ തകർക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നുകത്തെ തകർക്കും. വിശ്വാസം മലകളെ നീക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? ഏറ്റെടുത്താമേൻ പറഞ്ഞില്ലേ? പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞില്ലേ? നുകങ്ങളെയും ചുമടുകളെയും തകർക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് കഴിയും. എൻ്റെ മേൽ ദൈവാത്മാവിൻ്റെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കണമെന്ന് എത്ര പേരിന്ന് പ്രാർത്ഥിക്കും? നീ പറയുന്നില്ലേ, ഇവിടെയൊന്നും സംഭവിക്കത്തില്ല, ഈ ദേശത്തൊന്നും സംഭവിക്കത്തില്ല, ഈ ചർച്ചിലൊന്നും സംഭവിക്കത്തില്ല, ഈ കുടുംബത്തിലൊന്നും സംഭവിക്കത്തില്ലെന്ന്? അത് നുകവ. പക്ഷേ നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, നീ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി, നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആ വിഷയത്തിനകത്ത് ചലിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടി നീ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചലിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. അതിനെ വർദ്ധിപ്പിക്കണം. അതിനെ, ആ അളവിനെ വർദ്ധിപ്പിക്കണം. ആ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ നുകങ്ങൾ തന്നെ പോകും. ഇസഹാക്ക് പറഞ്ഞതുപോലെ, നിൻ്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട, യേശുക്രിസ്തുവിൻ്റെ വാഹനമാകേണ്ട കഴുത കെട്ടപ്പെട്ട് കിടക്കുക. പക്ഷെ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ആ കെട്ടഴിയും. ചില കെട്ടുകൾ നിൻ്റെ മേൽ വന്നിട്ട് നിൻ്റെ സ്പിരിച്വൽ ലൈഫിനെ കെട്ടിയിരിക്കുക. പക്ഷെ വിശ്വസിക്കണം, നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആ കെട്ടുകളെ അഴിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണ് കർത്താവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിൻ്റെ ഒരു ഇരട്ടിപ്പങ്ക് ഏലീശയുടെ മേൽ പകർന്നതുപോലെ എല്ലാ നുകങ്ങളെയും തകർത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് അഭിഷേകം നുകത്തെ തകർക്കും. പരാതികളും അതുപോലെ നെഗറ്റീവായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം ഇതിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അഭിഷേകത്തിന് വില കൊടുത്ത് മുൻപോട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറന്നു പോകരുത്, അഭിഷേകം നുകത്തെ തകർക്കും. ഞാൻ വിശ്വസിക്കുന്നു. സഹോദര, താങ്കൾ ഈ ദിവസങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ചർച്ചിൽ പോകുമ്പോൾ, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നീ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ, നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ചില നുകങ്ങളെ തകർക്കും. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ വണ്ണം പുറകോട്ട് വലിക്കുന്ന സകല നുകങ്ങളും സകല കയറുകളും അഭിഷേകത്തിൻ്റെ അഗ്നിക്കകത്ത് കരിഞ്ഞു പോകും. എത്ര പ്രതികൂലമായ സാഹചര്യത്തിനകത്തും കൃപയുള്ളൊരു ദൈവം ഇതിനെ കൊണ്ടിട്ടാൽ അഭിഷേകം സാഹചര്യങ്ങളെ തിരിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഏതു മേഖലയിലാണ് നിങ്ങൾക്ക് വിജയം വേണ്ടത്? ഏതു മേഖലയിലാണ് ഒരു ജയം വ്യാപരിക്കേണ്ടത്? പിശാച് വെച്ച നുകം എവിടെയാണത് തകർക്കപ്പെടേണ്ടത്? പ്രാർത്ഥിക്ക്. അഭിഷേകം നുകത്തെ തകർക്കും. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലയിൽ നുകമുണ്ടോ,
ഏതൊക്കെ മേഖലയിൽ ചുമടുകളുണ്ടോ, പിശാചു വെച്ചത്, മനുഷ്യൻ വെച്ചത്, പാരമ്പര്യം വെച്ചത്, സിസ്റ്റം വെച്ചത്, പാപത്തിൻ്റെ നുഖങ്ങൾ, മാനസിക പിരിമുറുക്കത്തിൻ്റെ നുഖങ്ങൾ, ശാരീരിക പ്രതിസന്ധിയുടെ നുഖങ്ങൾ, അത് തകർന്നു മാറട്ടെ. ആത്മീക ആരാധന വെളിപ്പെടുന്ന സ്ഥലത്ത് ഈ പ്രിയപ്പെട്ടവർ കടന്നു ചെല്ലട്ടെ. അവരിയ്ക്കുന്ന റൂമിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. എല്ലാ മുഖങ്ങളും തകർന്നു പോകട്ടെ. ദൈവത്തിൻ്റെ വാക്തത്വത്തിലേക്ക് ഈ ജനം നടന്നു കയറട്ടെ. പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളെ തൊടണമേ. ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ പലപ്പോഴും വീണുപോകുന്ന അനുഭവം ഉണ്ട പലരും ഈ ശബ്ദം കേൾക്കുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ പകരണമേ. ഈ മെസ്സേജ് കേൾക്കുന്ന സകല ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോയ, വചനധ്യാനത്തിൽ ഒതുങ്ങിപ്പോയ, കൃപയിൽ ഒതുങ്ങിപ്പോയ വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തണമേ. പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നത് നന്ദി. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മറന്നു പോകരുത്, അഭിഷേകം നുഖത്തെ തകർക്കും. ഗോഡ് ബ്ലസ് യു.